ഇന്ന് ഞാനിവിടെ നല്ലൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു മടുത്തവർക്കും പിന്നെ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഒരു ചപ്പാത്തിയാണ്. ഇതിനകത്ത് കുറേ ചേരുവകളൊക്കെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇനി കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അത് ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തരിയില്ലാതെ നല്ലോണം പൊടിച്ച് ചേർക്കണം. പിന്നെ പച്ചമുളക് ചേർത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കണം. ഇത് ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൊണ്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ച് തന്നെ ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴപ്പിക്കുമ്പോഴാണെങ്കിലും അധികം വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് വേണം ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ. ഇതുപോലെ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ആലു പൊറോട്ടയല്ല. ആലു പൊറോട്ടയുടെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആലു പൊറോട്ട ആകുമ്പോൾ ഇത് കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഇത് പെട്ടെന്നാണ്. ഗോതമ്പ് പൊടിക്കകത്തോട്ട് മസാലകളൊക്കെ ചേർത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ മല്ലിയില എല്ലായിടത്തും കിട്ടത്തില്ല, അതോർത്ത് ഭാരപ്പെടേണ്ട. മല്ലിയില ഇല്ലെങ്കിലും സാരമില്ല, അത് ഒഴിവാക്കാം. ബാക്കി ചേരുവകൾ ചേർത്ത് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പാലക്കിൻ്റെ ഇല കൂടെ വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഉണ്ടാക്കാം. പിന്നെ പാലക്ക് തന്നെ ഇട്ട് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നല്ലതാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി നല്ലതാണ്. കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർന്നുകൊണ്ട് ഷുഗർ പേഷ്യൻറ്റിന് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. കാരണം ക്യാരറ്റൊക്കെ ചേർത്ത് ആണല്ലോ ഇതുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വേറെ കറിയൊന്നും വേണ്ട. അതിനകത്ത് എരിവൊക്കെ ചേർന്നത് കൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാനിതിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുത്ത് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് കുഴച്ചെടുത്താൽ തന്നെ ഉടനെ തന്നെ ഇത് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ ഇത് ലൂസായി പോകും. കാരണം ഇതിനകത്ത് ഉള്ളിയൊക്കെ ചേർന്നത് കൊണ്ട് ആട്ട കുറച്ചുകൂടി ലൂസായിപ്പോവും. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് നമ്മളത് അമർത്തി പരത്താതെ ഇതുപോലെ പൊടി ചേർത്തിട്ട് പതുക്കെ സാവധാനം ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ ഒത്തിരി കട്ടിയാവാൻ പാടില്ല. എത്രയും കട്ടി കുറച്ച് പരത്താവോ അത്രയും കട്ടി കുറച്ച് പരത്തുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാനിവിടെ ഇപ്പം ആദ്യം 2 എണ്ണം ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് ചുടുന്നത് കാണിക്കുന്നത്. കാരണം എൻ്റെ പാചകം ഇച്ചിരി കൺജസ്റ്റഡ് ആയതുകൊണ്ട് അത് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ആദ്യം 1-2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. നിങ്ങളിത് പരത്തുന്ന സമയത്ത് തന്നെ തവ അടുപ്പയിൽ വെക്കാം, അത് ചൂടാക്കി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ പരത്തിയതിന് ശേഷം എത്രയും കട്ടി കുറച്ച് പരത്താവോ അത്രയും കട്ടി കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം പരത്താനായിട്ട്. അമർത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഈ ചപ്പാത്തി പലകയിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് മയത്തിൽ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം.
ഞാൻ തവ അടുപ്പിൽ നേരത്തെ വെച്ച് ഇത് ചൂടായതിന് ശേഷം അതിലേക്ക് പരത്തി വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിച്ചാൽ എനിക്ക് അത്രയും നല്ലതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഇത് നല്ല പുതിന ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ അതൊന്നുമില്ല എങ്കിലും ഇത് തന്നെ കഴിക്കാനും നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം വീണ്ടും അറിയിക്കുക. പിന്നെ നിങ്ങൾ പറയും, ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞല്ലോ എന്ന്. എനിക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം 1-2 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാമെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. തീർച്ചയായും അഭിപ്രായം അറിയിക്കുക.